അലക്സ്? അതെ. ഐ ആം വർഗീസ്, എഞ്ചിനീയർ റെജിമെന്റ് ഫ്രം മദ്രാസ്. പാലം കെട്ടാൻ വന്നതാ. ഇവിടെയല്ല, ആരക്കുഴയിലെ ബെയിലി പാലം. പേപ്പർ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഉരുളുവെട്ടലിന് ഒലിച്ചു പോയതാ. റൈറ്റ് റൈറ്റ്. എന്നാ ഇവിടെ? പറഞ്ഞില്ലേ, പ്രപ്പോസലുമായിട്ട് വന്നതാ. ഞാൻ വിചാരിച്ചു യുദ്ധത്തിന് വന്നായിരിക്കും. എനിക്ക് മനസ്സിലായി, വാറപ്പനല്ലേ? അതെ. ഞാൻ അബ്ദുക്കയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് ഇരിക്കാം. ശരി, ഒട്ടും സമയമല്ല, നാളെ തന്നെ മടങ്ങണം. അതിനു മുമ്പ് ഒരു തീരുമാനം അറിഞ്ഞിട്ട് പോകാലോ എന്ന് കരുതി വന്നതാ. താങ്ക് യു. കത്രീനെ ഞാൻ കഴിഞ്ഞ കൊല്ലം കുറിഞ്ഞിപ്പുഴ പള്ളിയിലെ പെരുന്നാളിന് കണ്ടായിരുന്നു. എനിക്കിഷ്ടമായി. ഇനി കൊച്ചിനെ ഇഷ്ടമായാലും വിളിച്ചു പറഞ്ഞാച്ചാ മതി. അബ്ദുക്കയുടെ കയ്യിൽ എൻ്റെ നമ്പറുണ്ട്. ഒരു 5-6 ചായ എടുക്ക. അയ്യോ, ചായ കുടിക്കാനൊന്നുള്ള സമയമില്ല. അങ്ങനെ പോയാലോ? പെണ്ണിന് ചെറുക്കനെ ഒന്ന് കാണണ്ടായോ? ദാണ്ടേ, നല്ല വിളവാ, വിലയുണ്ട്. ഇത്തവണ നിന്നെ കെട്ടിക്കാനുള്ള കാശ് തന്നെ നിന്നുണ്ടാകും. ഞാൻ കെട്ടത്തൊന്നുമില്ല. എനിക്ക് എന്നെ ഇച്ചായന്റെ കൂടെ തന്നെ നിന്നേച്ചാ മതി. പിന്നെ നീ എന്നെ കെട്ടാമങ്കയായിട്ട് നിൽക്കാൻ പോണോ? മുക്കിപ്പല്ലേ വരുന്നവര്. എന്നാ അത് ഇച്ചായം കെട്ട്, എന്നിട്ടാട്ടെ. പിന്നെ പാർട്ടിയും കൂടിയൊക്കെ നടക്കുന്നത് എനിക്കറിയ വേണ്ടവരാണ്. ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ. കള്ളച്ചിരി. ആനിക്കുട്ടിയുടെ കാര്യമൊക്കെ എനിക്ക് അറിയാം കേട്ടോ. ഏതാ ആനിക്കുട്ടി? ഓ, ഇപ്പൊ ആനിക്കുട്ടി അറിയത്തില്ല. കളിയും ചിരിയൊക്കെ ഞാൻ കാണുന്നതല്ലേ. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ ഇച്ചായ വെച്ച് താമസിപ്പിക്കുന്നത്? ചെന്ന് കെട്ടിക്കൊണ്ട് വന്നേ. അതിനവൻ ആങ്ങളമാരെ സമ്മതിക്കണ്ടേടി. അവരുടെ പുന്നാര പെങ്ങളാ. ആനിക്കുട്ടി ഒരു വാക്ക് പറഞ്ഞ പിറ്റേന്ന് തന്നെ കെട്ടിച്ചു തരും. അതൊന്നും വേണ്ട. ഇനി നിന്റെ കാര്യം കഴിഞ്ഞിട്ട് മതി അച്ഛൻ്റെ കാര്യം. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. നാളെ തന്നെ വർക്കിച്ചായനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ പറഞ്ഞോണം. എന്നിട്ട് ഇങ്ങോട്ട് വന്നേച്ചാ മതി. അലക്സേ, എങ്ങനെ ഉണ്ടാവേ? ജോറായിട്ടുണ്ട്. അപ്പയും പോത്തിറച്ചിയും ജോർ ജോർ. ആന വെച്ചാണോ? ഓക്കെ, അമ്മച്ചിയുടെ കൈപുണ്യ. ആണോ? എന്നാ പിന്നെ അവിടെ അലക്സ് കെട്ടിക്കോട്ടറാവേ. നമുക്കെന്നും കപ്പയും പോത്തിറച്ചിയും തിന്നാലോ. അത് അലക്സ് പറയട്ടെ. എനിക്കിഷ്ടമാണോ? എനിക്കിഷ്ടമാ. വേണ്ട, എനിക്കിഷ്ടല്ല. എടി കൊച്ചാ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ഞാനും കാര്യമായിട്ട് പറഞ്ഞത്. അവളത് ചുമ്മാ പറഞ്ഞാന്നേ, നീ അത് കഴിക്കടാവേ. കല്യാണക്കാരുണ്ടോ ചുമ്മാ പറയുന്നത്?